അപ്പോൾ ഇതാണ് നമ്മൾ താമരയും ആമ്പലും വളർത്തുന്നവരുടെ മറ്റൊരു പ്രശ്നം, പായൽ. ഈ പായലിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അതിനു മുന്നേ പറയട്ടെ, നമുക്ക് ഇതിനെ പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. കാരണം ഇത് നാച്ചുറലി വളരുന്നതാണ്. അപ്പോൾ നമുക്കിതിനെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എന്നാൽ സംയോജിതമായിട്ടുള്ള നമ്മുടെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ എന്താ പറയുക, ഒബ്സർവേഷൻ നമുക്ക് ഒരു പരിധി വരെ ഇതിൻ്റെ വളർച്ചയെ നമുക്ക് കൺട്രോൾ ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പായലുകൾ അല്ലെങ്കിൽ ആൽഗേസ് എന്ന് പറയുന്നത് സസ്യകുടുംബത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള ഒരംഗമാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും, വെള്ളവും അല്ലെങ്കിൽ ഈർപ്പവുമുള്ള എല്ലായിടത്തും തന്നെ ഈ പായലുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വളരുന്നതിന് വേണ്ട ലൈറ്റ് അല്ലെങ്കിൽ ചില പോഷക ഘടകങ്ങൾ ഇതെല്ലാം ഒത്തുചേർന്ന് വരുമ്പോൾ ആൽഗ രൂപപ്പെട്ടു വരുന്നു. ഈ പായലുകൾ ഒരുപക്ഷെ ഒരു വലിയ കുളങ്ങളിലോ അല്ലെങ്കിൽ പൂളുകളിലൊക്കെയാണ് വളരുന്നതെങ്കിൽ നമുക്ക് ഒരു മെക്കാനിക്കൽ ഫിൽറ്ററോ മറ്റോ ഉപയോഗിച്ച് ആ വെള്ളം ശുദ്ധീകരിക്കാനും അല്ലെങ്കിൽ അത് ഫിൽറ്റർ ചെയ്യാനും വേറെ വെള്ളം നിറയ്ക്കുകയോ അങ്ങനെ മറ്റ് ചെയ്ത് നമുക്ക് ആ പായലുകളെ നീക്കം ചെയ്യുവാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മുടെ കാര്യത്തിൽ നമ്മൾ ഈ ചെറിയ ചെറിയ പാത്രങ്ങളിൽ ഇത് നടുന്നതുകൊണ്ടും താമരകൾ അല്ലെങ്കിൽ ആമ്പലുകൾ നടുമ്പോൾ അതിൽ ഈ പറയുന്ന ആൽഗെ രൂപപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്നും തന്നെ ആ വെള്ളം മാറ്റാനോ അല്ലെങ്കിൽ അത് എപ്പോഴും അതിനെ നിയന്ത്രിക്കാനോ ഒന്നും നമുക്ക് സാധിക്കാതെ വരാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഇതിൻ്റെ വളർച്ചയെ നമുക്ക് നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കും. ഒന്നാമതായി, നമ്മൾ താമര നടുവാനായിട്ട് എടുക്കുന്ന മണ്ണ് അത് ഒരുപാട് ജൈവാംശമുള്ള മണ്ണെടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പായലുകൾക്ക് വളരുവാനുള്ള പോഷകങ്ങൾ ഈ മണ്ണിൽ നിന്ന് കിട്ടുകയും അത് പെട്ടെന്ന് തന്നെ പായലുകളെ വളർത്തുവാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മണ്ണുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ജൈവാംശമുള്ള മണ്ണുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഇല അഴുകി ചീഞ്ഞ് കിടക്കുന്നത് അല്ലെങ്കിൽ തടിക്കഷ്ണങ്ങൾ അഴുകി കിടക്കുന്ന മണ്ണ്, ഇങ്ങനെയുള്ള മണ്ണുകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നമ്മൾ നടുമ്പോൾ ഉപയോഗിക്കുന്ന അടിവളമായിട്ട് ഉപയോഗിക്കുന്ന ജൈവവളങ്ങൾ അത് വളരെ കുറഞ്ഞ തോതിൽ തന്നെ ഉപയോഗിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളത് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ആൽഗ രൂപപ്പെടുവാനായിട്ട് ഇടയുണ്ട്. രണ്ടാമതായിട്ട്, അമിതമായിട്ടുള്ള രാസവള പ്രയോഗം. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളിപ്പോൾ രാസവളം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം തന്നെ ആ വെള്ളം ഒരു ഗ്രീനിഷ് കളറായിട്ട് മാറും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻ കേസ് നിങ്ങൾ രാസവളം ഉപയോഗിക്കുകയാണെങ്കിൽ അത് മിതമായിട്ട് തന്നെ ഉപയോഗിക്കുക. പിന്നെ മറ്റൊരു കാര്യം, അത് സ്ലോ റിലീസ് ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ സ്ലോ റിലീസിങ് ഫെർട്ടിലൈസറായിട്ട് നമ്മളത് ഉപയോഗിക്കുക. ഒരു പേപ്പറിലൊക്കെ കവർ ചെയ്ത് അത് ചെളിക്കുള്ളിലേക്ക് ഇറക്കി വയ്ക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളിപ്പോൾ വെള്ളത്തിൻ്റെ നിറം മാറുന്നുണ്ടെങ്കിൽ ആ വെള്ളം ഒരു 2-3 പ്രാവശ്യം ചേഞ്ച് ചെയ്ത് കൊടുത്ത് അതിൻ്റെ ആ ഗാഢത കുറയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം, ഈ ആൽഗയുടെ വളർച്ച അല്ലെങ്കിൽ പായലിൻ്റെ വളർച്ച ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതൊരു പ്രത്യേക സമയങ്ങളിൽ മാത്രമായിരിക്കും കൂടുതലായിട്ട് ഇത് വളരുന്നത് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ, ഈ മാസങ്ങളിൽ ആൽഗെ കൂടുതലായിട്ട് വളരുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ മഴക്കാലത്ത് നോക്കുകയാണെങ്കിൽ മഴയുള്ള സമയങ്ങളിൽ ഈ ആൽഗെ വളരുന്നത് വളരെ കുറച്ച് മാത്രമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വേനൽക്കാലത്ത് കാണുന്ന അത്രയും തന്നെ ഈ മഴക്കാലത്ത് നമ്മൾ കാണാറില്ല. പൊതുവേ നമ്മൾ നമ്മുടെ ടബുകളിൽ കണ്ടുവന്നിട്ടുള്ളത് ഫിലമെൻ്റ് ആൽഗെ എന്ന് പറയുന്ന ഒരു പായലുകളാണ്. അപ്പോൾ അത് പല കാറ്റഗറി ഉണ്ട്, സ്ട്രിങ് ആൽഗെ അല്ലെങ്കിൽ ഹെയർ ആൽഗെ, ഇങ്ങനെ പറയുന്ന പല തരത്തിലുള്ള പായലുകളുണ്ട്. ഇനി ഈ പായലുകളെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നല്ലപോലെ വളരുന്ന ഒരു ചെടിയാണെങ്കിൽ ആ ചെടിയിൽ നിങ്ങൾ പൊതുവെ ഈ ആൽഗെ അല്ലെങ്കിൽ പായലുകൾ കണ്ട് വരാറില്ല. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെടി താമര എന്ന് പറയുന്ന നല്ലൊരു ഫീഡറാണ്. അപ്പോൾ അത് ഈ നമ്മൾ നടുന്ന മണ്ണിലെ പോഷകങ്ങളെല്ലാം തന്നെ വലിച്ചെടുത്ത് അത് നല്ല രീതിയിൽ വളരും. അതുപോലെ തന്നെ അതിലുണ്ടാകുന്ന ഇലകൾ
ആ ടബിൻ്റെ പ്രതലത്തിൽ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ പ്രതലത്തിൽ കവർ ചെയ്ത് ആ ലൈറ്റ് സോഴ്സിനെ അവിടെ ബ്ലോക്ക് ചെയ്യണം. അപ്പോൾ ആ വെള്ളത്തിലേക്ക് ഈ ലൈറ്റ് അടിക്കാതെ അത് അവിടെ തടഞ്ഞു നിർത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ നല്ലപോലെ വളർന്നു നിൽക്കുന്ന ടബുകളിൽ ഈ ആൽഗേസ് പൊതുവെ കാണാതിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നല്ലപോലെ പായൽ കാണുന്ന ഒരു ചട്ടിയിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ താമര മുരടിച്ച് നിൽക്കുകയായിരിക്കും. ആ താമര അത് വളരാതെ എന്താ പറയുക, മുരടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ആൽഗെ കൂടുതലായിട്ട് വളർന്നു വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളത്തിലുള്ള പോഷകങ്ങൾ മുഴുവൻ ആ വെള്ളത്തിൽ തന്നെ കിടക്കുകയാണ്. ആ താമര, ആ ചെടി ഈ പോഷകങ്ങളൊന്നും വലിച്ചെടുക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളൊരു ട്യൂബർ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ അതിൻ്റെ ചെറിയ കോൺ ലീഫായിരിക്കും വരിക. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ചെറിയ എന്തെങ്കിലും മറ്റ് ഫ്ലോട്ടിംഗ് ലീവ്സുകൾ വാട്ടർ പ്ലാന്റുകൾ ഇടുകയാണെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഡക്ക് വീഡ് അല്ലെങ്കിൽ അങ്ങനെ മറ്റേതെങ്കിലും ഒരു എന്താ പറയുക വാട്ടർ പ്ലാന്റ്സുകൾ അതിലിടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഈ ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഈ വെള്ളത്തിൽ അമിതമായിട്ടുള്ള പോഷകങ്ങളുണ്ടെങ്കിൽ അത് ഈ പ്ലാന്റ്സുകൾ വലിച്ചെടുക്കുകയും ചെയ്യും. പിന്നെ മറ്റൊരു രീതി ഇതിനെ നിയന്ത്രിക്കുവാനായിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ ആൽഗിസൈഡുകൾ നമുക്ക് കിട്ടും. അപ്പോൾ അത് വെള്ളത്തിൽ കലക്കി നോക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് ആ വെള്ളത്തിൽ ഇപ്പോൾ നമ്മൾ ആ ടബിനകത്ത് ചെറിയ മീനുകളെ വളർത്തുന്നുണ്ട് അല്ലെങ്കിൽ ആ ചെടിയെ തന്നെ ഇൻഡയറക്റ്റ്ലി ഏതെങ്കിലും തരത്തിൽ അത് ബാധിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ചെറിയ രീതിയിൽ ആദ്യം പരീക്ഷിച്ചതിന് ശേഷം മാത്രം മറ്റുള്ള ടബുകളിലേക്ക് അല്ലെങ്കിൽ വയ്ക്കുവാനായിട്ട് ശ്രദ്ധിക്കും. പിന്നെ ഞാൻ സ്വയം പരീക്ഷിച്ച ഒരു സംഭവമുണ്ട്, അത് ഞാൻ പറയാം. അതൊരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അത് ഈ നല്ലപോലെ പായലുള്ളടത്തുനിന്ന് ചെറുതായിട്ടൊന്ന് തൂളി കൊടുക്കുക. അപ്പോൾ അങ്ങനെ തൂളി കൊടുക്കുമ്പോൾ അതില്ലാതായിട്ട് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ പായൽ പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഉപയോഗിക്കുമ്പോൾ ആദ്യം ഏതെങ്കിലും ഒരു ടബിൽ പരീക്ഷിച്ച് നോക്കുക. സക്സസ്ഫുൾ ആണെങ്കിൽ മാത്രം മറ്റുള്ള ടബുകളിൽ നിങ്ങളത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്കിതിനെ മാനുവലി കളയുവാനുള്ള ഒരു ചെറിയ പൊടിക്കൈയാണ് നമുക്ക് ഈ ബോട്ടിൽ ബ്രഷുകൾ അല്ലെങ്കിൽ നമ്മൾ യൂസ്ഡ് ബ്രഷുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ആ സ്ട്രിങ് ആൽഗേസിൽ ഇട്ടൊന്ന് ചുറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബ്രഷിൽ അത് പറ്റിപ്പിടിക്കുകയും നമുക്ക് അത് ഈസിലി റിമൂവ് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് അമിതമായിട്ടുള്ള വളപ്രയോഗം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ലൈറ്റ് ഇതെല്ലാമാണ് ഇതിനെ വളർത്തുവാനായിട്ട് സാഹചര്യം ഒരുക്കുന്നത്. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ പായലുകൾ വളരുന്നത് നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു ഇൻഫർമേഷൻ തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് ഈ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.